ദാരുണമായ വെഞ്ഞാറമൂട് കൂട്ടക്കൊല, നാടിന് നടുക്കിയ താമരശ്ശേരിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ആക്രമണം, ഇതെല്ലാമാണല്ലോ ഇപ്പോൾ പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ലഹരിയുടെ പിൻബലത്തിൽ യുവതലമുറ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. 2K കിഡ്സ് ലഹരിക്കടിമയോ? ഇതാണ് ഞങ്ങൾ ഇന്ന് ഉയർത്തുന്ന ചോദ്യം. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് വട്ടമേശ സമ്മേളനം. ഞാൻ രൂപേഷ് പീതാംബരൻ. ഞാൻ സോണി ചന്ദ്രൻ. ഞാൻ മനു. ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു വീഡിയോ ഇനി വേണോ, എല്ലാവരും ഇതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് നമ്മൾ പലവട്ടം ആലോചിച്ചാണ്. പക്ഷെ അത് വേണം എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ വൈകിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടാറുള്ളത്. കാരണം അത് നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെയാണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് എല്ലാവരും പറയാനും അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അല്പം പേടി മനസ്സിലുണ്ടാകുന്ന ഒരു സംഭവമാണ്. സത്യമല്ലേ? അപ്പോൾ നമുക്കൊരു ചാനലുണ്ട്. അപ്പൊ അതിലൂടെ നമ്മുടെ എങ്കിലും കുറച്ച് അഭിപ്രായം കുറച്ചുപേരെ ഒരു പൊതുസമൂഹത്തിനെ അറിയിക്കുക, ആ ധൈര്യം നമ്മളെങ്കിലും കാണിക്കണം, അല്ലേ? ആ ഒരു കമ്മിറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുകവലി, മദ്യപാനം, കഞ്ചാവ്, അതിപ്പോ പോയി MDMA, അങ്ങനെ രാസലഹരിയിൽ എത്തി നിൽക്കുകയാണ്. ബേസിക്കലി ലഹരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ആ ഒരു പദാർത്ഥം തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മളുടെ തലച്ചോറ് ഒരു ആനന്ദത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ ഡോപ്പമൈന്റെ ഉൽപ്പാദനത്തോടെ ലഭിക്കുന്ന ആനന്ദമാണ് നമുക്ക് ലഹരിയിലൂടെ ലഭിക്കുന്ന കിക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ലഹരി ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ പ്രേമിക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോഴെല്ലാം നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ചെറിയൊരു ആനന്ദം അനുഭവപ്പെടുന്നതായി കാണാം. പക്ഷെ ലഹരി ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലെയല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലോ വളരെ കുറച്ച് നേരത്തേക്കൊക്കെ ഡോപ്പമൈൻ്റെ ഉൽപ്പാദനവും പ്രസരണവും ഒക്കെ നടക്കുന്നത്. പക്ഷെ രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൂടുതൽ നേരത്തേക്ക് വളരെ കൂടിയ അളവിൽ ഡോപ്പമൈൻ ഉൽപ്പാദനം നടക്കുകയാണ്. അത് ദിവസങ്ങളോളം പല ലഹരി മരുന്നുകളുടെയും നമ്മൾ നിലനിൽക്കുന്നതാണ് പറയുന്നത്. ഇതിലിപ്പോ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കില്ലർ ഡ്രഗ്സ് ആണ്. അതാണ് ഇപ്പൊ നമ്മുടെ യുവതലമുറയെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കില്ലർ ഡ്രഗ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഇത് എന്താണെന്ന് അറിയും. ഇപ്പൊ പുകവലിയൊക്കെ നമ്മൾ വലിച്ചു നോക്കി ഒരു ചുമയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ വേണ്ടാന്ന് വെക്കും. പക്ഷെ ഈ കില്ലർ ഡ്രഗ്സിന്റെ കേസ് അങ്ങനെയല്ല. നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പല രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ ഒരു സിഗരറ്റിന്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ടായിയുടെ രൂപത്തിലായിരിക്കാം. അങ്ങനെ പല രൂപത്തിൽ ഇത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് എത്തുന്നുണ്ട്, സ്കൂളുകളിലായാലും അല്ലാതെ. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ അടിമയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ അടിമകളായി പോകുന്നു എന്നുള്ള ഇതാണല്ലേ. ഈ മിഠായിൽ പോലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ബൈ മൗത്ത് അങ്ങനെ ഉപയോഗിച്ചാൽ പോലും ഇത് വൺ ടൈം അഡിക്ഷൻ ഉണ്ടാകും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് ഈ കുട്ടികൾ ചെല്ലും എന്നാണ്. അതിനുവേണ്ടി നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കും പൈസ ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് ചിലപ്പോൾ സൗജന്യമായിട്ടായിരിക്കും കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ. പിന്നെ അവർക്ക് അത് ലഭിക്കാതിരിക്കുമ്പോൾ അവർ പലതരം ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കാണിക്കും. പിന്നെ അവർക്ക് അത് കിട്ടിയേ തീരൂ. അത് കിട്ടാൻ വേണ്ടി അവർ ഏത് അറ്റം വരെയും പോകും. പൈസ ഉണ്ടാക്കാൻ ഏത് കടുങ്കയും ചെയ്യാൻ അവർ തയ്യാറാവും. നമ്മൾ കാണുന്നതാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികള്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, അത് ഏത് ലഹരിയായിക്കോട്ടെ, രാസലഹരിയോ പുകവലിയോ മദ്യപാനം എന്താണെങ്കിൽ പോലും, ആദ്യം നമ്മൾ വളരെ കുറഞ്ഞ എമൗണ്ടിലാണ് എല്ലാം തുടങ്ങുക. പിന്നീട് നമുക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് കൂടെ ഉപയോഗിക്കുമ്പോൾ കിട്ടാതെ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്ന അളവ് ഒന്ന് കൂട്ടും. അതായത് നമ്മുടെ ശരീരത്തിന്റെ ടോളറൻസ് ലെവൽ കൂടുകയാണ്. അപ്പൊ ആ ടോളറൻസ് ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ലഹരി ഇൻടേക്ക് അതിന്റെ അളവും കൂട്ടി കൊണ്ടുവരും. ഇതിന് പല സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ ഈ കില്ലർ ഡ്രഗ്സിനൊക്കെ ഒരു സ്റ്റേജ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതിന്റെ അഡിക്റ്റ് ആവും. ആദ്യത്തെ സ്റ്റേജ് ആണ് ഈ അഡിക്റ്റ് ആവുന്ന സ്റ്റേജാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് കൺട്രോൾ ഒക്കെ നഷ്ടപ്പെടും. അച്ഛനാരാണ്, അമ്മ ആരാണ്, നാട്ടുകാരാണ്, റിലേഷൻഷിപ്പ് അവരൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ അതിന് ശേഷം നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നു. പിന്നീട് നമ്മൾ മരണത്തിന്റെ ഒരു വക്കിലേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ട് എത്തിച്ചത്. ഇത് കിട്ടാതെ ആകുമ്പോൾ ഇവര് ഏത് തരം അക്രമ സ്വഭാവം കാണിക്കും. ആക്ച്വലി പ്യൂറസ്റ്റ് ഫോം ഓഫ് MDMA ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. പലപ്പോഴും മിക്സ് ചെയ്ത് കുപ്പിച്ചില്ല്,
അതേപോലെ അജിനാമോട്ടോ, കല്ലുപ്പ്, ഇതൊക്കെ മിക്സ് അത് ചെയ്തിട്ട് രൂപേഷ് എങ്ങനെ അറിയാം? അല്ലെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ പലരും അത് തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ മീഡിയക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ലഭിച്ച അറിവാണ്. പാലക്കാട് ഒറ്റപ്പാലത്തിന്റെ അടുത്ത് സ്വാലിഹ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ട് നമ്മൾ ഇതിന്റെ റെഫറൻസിന് വേണ്ടി പഠിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം 40 പേരെ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവന്ന് 40 പേരെ ഇത് മാറ്റിയെന്നാ പറഞ്ഞത്. ഈ അദ്ദേഹം ഒരു ലഹരി ഉപയോഗിച്ചിരുന്നില്ല. ഒരു 22 വയസ്സ് ഒരു സിഗരറ്റ് പോലും ഉപയോഗിക്കാതിരുന്ന മനുഷ്യനാണ്. സുഹൃത്തുക്കൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കൊടുത്തു. പിന്നീട് അത് കിട്ടാതെ വരുമ്പോൾ ബൈക്ക് വിറ്റും, സ്വന്തം ബൈക്ക് അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ച ബൈക്ക് വെറും 20,000 രൂപയ്ക്ക് വിറ്റിട്ടാണ് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചികിത്സിച്ച ഡോക്ടർമാരായിക്കോട്ടെ, വക്കീൽമാരായിക്കോട്ടെ, മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ചേർന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ തിരിച്ചു കൊണ്ടുവന്ന മനുഷ്യനാണ് ഈ സ്വാലിഹ് എന്ന് പറഞ്ഞ വ്യക്തി. അത് നമ്മൾ നോക്കുമ്പോ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെടുന്നു, എന്തുകൊണ്ട് ആ വ്യക്തി ലഹരിക്ക് അടിമപ്പെടുന്നു എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടല്ലേ? എന്താ തോന്നുന്നു അതിനെ കുറിച്ച്? ലഹരിക്ക് അടിമപ്പെടുന്ന ഇപ്പോ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പദാർത്ഥമുണ്ടല്ലോ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ ഒരു പദാർത്ഥം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത്. ഇത് കിട്ടാൻ വേണ്ടി ഇപ്പോ ഈ നമ്മളെ എന്താ പറയുക 19 കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇത്രയും വർഷം പണിയെടുത്ത് നമ്മൾ സമ്പാദിച്ചാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പോഴേ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും എന്നുള്ളൊരു ചിന്താഗതി. ഈ സ്പോട്ടിൽ സാധനം കിട്ടുകയല്ലേ. ഏതിപ്പം നമ്മളെ ചെറിയ നാടുകളിൽ പോലും ഇപ്പോൾ ഈ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോലും സുലഭമായി തുടങ്ങി. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 90s കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ 22K കിഡ്സ് മൊത്തം പ്രശ്നമാണ്, അവര് മൊത്തം ലഹരിക്കടിമ എന്ന് പറയുന്നത് അവര് മാത്രമാണോ? എനിക്ക് അതിനോട് യാതൊരു യോജിപ്പില്ല. ഈ വയലൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന അക്രമ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടായ കാലം മുതൽ ഉള്ള കാര്യമാണ്. അതിലിപ്പോ 2K കിഡ്സിനോ 80s-നോ 90s അങ്ങനെ ഒന്നുമില്ല. ഈ മനുഷ്യത്വം അല്ലെങ്കിൽ സ്നേഹം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ വയലൻസ് ഉണ്ടാവും. അതാണ് സത്യം. പലതരം ഓരോ കാലഘട്ടത്തിലും ഓരോ ലഹരി. അന്നത്തെ കാലത്ത് ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് സുലഭമായി തുടങ്ങി. അതാണ് ഇതിന്റെ ഒരു കാരണം. 2K കിഡ്സിനെ കുറിച്ച് സീനിയർ ആയിട്ട് താങ്കളുടെ ഒരു അഭിപ്രായം? 2K കിഡ്സ് വളരെ വൈബാണ്, അടിച്ചുപൊളിയാണ്. അവർക്ക് പൊതുവേ ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ 18 കിഡ്സ് ആണെങ്കിലും 19 കിഡ്സ് ആണെങ്കിലും ഇവരൊക്കെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ടീച്ചർമാരുടെ അടി, കൂട്ടുകാരെ കളിയാക്കല്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം ഞാൻ പറയട്ടെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് കളിസ്ഥലങ്ങളും ഒത്തുകൂടാനുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയോ കളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറെ കളിയാക്കലും മറ്റേ ഇടികൂടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഒരുത്തൻ്റെ സ്വഭാവം മാറുമ്പോൾ തന്നെയും ആ കൂട്ടുകാർക്ക് മനസ്സിലാവും എന്താണോ നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ ഒരാളുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധനം എന്ന് പറഞ്ഞാൽ മൊബൈല് അവിടെ ഇരുന്ന് തന്നെ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഇവർ കളിക്കാനേ പോകുന്നില്ല, ഒരു ക്ലബിൽ പോകത്തില്ല. ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു ക്ലബൊന്നും ഇല്ലെന്ന് തോന്നുന്നു, കളിപ്പറമ്പിൽ പോകുന്നില്ല. അപ്പം ഇവിടെ ഒരു കൂട്ടുകെട്ടിന്റെ ഇടയിൽ നിന്നാൽ മാത്രമേ വേറൊരാൾക്ക്, അതായത് നമ്മുടെ കൂട്ടുകെട്ടല്ലാത്ത വേറൊരാൾക്ക് നമ്മുടെ സ്വഭാവം മാറുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ക്രൈമുകൾ നടന്നതിന് ശേഷമാണ് അറിയുന്നത് ഈ പയ്യനോ എന്ന് പറഞ്ഞിട്ട് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പയ്യനെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 2K കിഡ്സ് എന്ന് പറയുന്ന ഒരു 10, 20, 25 അടക്കമുള്ള ഒരു പയ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അവനെങ്ങനെ പ്രതികരിക്കും എന്നൊന്നും അറിയില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ട്രോൾ വീഡിയോസിൽ എന്താ കാണാൻ വെച്ചാൽ നീ ഏത് വർഷം 2K കിഡാണെന്ന് കയ്യോ ഒന്നും പറയുന്നില്ല. ഇപ്പൊ അവര് 2K കിഡ് നമ്മളെപ്പോലുള്ളവരെ എങ്ങനെ കളിയാക്കുന്നത്? തന്ത വൈബ് 18s ആണോ 19s ആണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് കളിയാക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഇതൊക്കെ കാണാനും കേൾക്കാനും ദാരിദ്ര്യം അനുഭവിക്കാനും മറ്റേ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്സ് ഒക്കെ അല്ല അതിനെയും ഡെവലപ്പ് ചെയ്യും, ശരിയാണ്. പക്ഷെ ഈ മൊബൈലിലേക്ക് വന്ന ആ ഡെവലപ്മെന്റ്സ് വരെ നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ
പരിചിതമായിട്ട് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. നല്ല അടി കിട്ടിയിട്ടുണ്ട് ടീച്ചർമാരുടെ സാർമാരുടെ കയ്യിൽ നിന്ന്, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എന്താണ് നമുക്ക് ഒരു പരിധി വരെ ഒരു നമുക്കൊരു ഡിപ്രഷൻ മോഡ് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ തരണം ചെയ്യും. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ടീച്ചർമാർക്കായിക്കോട്ടെ, പോലീസിനായിക്കോട്ടെ, എക്സൈസ് ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ, ഇവർക്കൊക്കെ ഇടപെടുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ഇല്ലേ? ഇല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനായി, ഇല്ലെങ്കിൽ പ്രായപൂർത്തി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആയി, എല്ലാവർക്കും ഒരു ഇടപെടുന്നതിൽ ഒരു പരിധി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ഒരു കൂടാനുള്ള കാരണം കൂടി അതാണെന്ന് തോന്നുന്നു. ഈ കാര്യത്തിൽ എനിക്കെന്ന് പറയാനുള്ളത്, ഈ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ്, ഈ ലഹരിയിലേക്ക് പോകുന്ന കുട്ടികളെ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും കൂട്ടുകെട്ടിൽ നിന്നാണ് അവർ ലഹരിയിലേക്ക് പോകുന്നത്. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് സുഹൃത്തുക്കളുടെ നിർബന്ധം മൂലം, നോ പറയാനുള്ള മടി മൂലം നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുന്നു. പിന്നീട് അത് വർദ്ധിച്ച് നമ്മളൊരു അടിമയായി മാറുന്ന ഒരു സന്ദർഭം കാണാറുണ്ട്. അതൊരു വലിയൊരു പോയിന്റാണ്. അതായത് നമ്മളീ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, നമുക്ക് സുഹൃത്തുക്കള്, നാട്ടുപുറത്ത് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ ഭാവങ്ങൾ മാറുമ്പോഴത്തേക്കൊക്കെ ഇത് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ചോദിക്കാനൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കൂട്ടായ്മ ഇല്ലെന്ന കാരണത്താലാണ് ഞാനത് പറഞ്ഞു നിർത്തിയത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിരിക്കില്ലേ ഇതിലേക്ക് കൊണ്ടുപോകാനും? അല്ലാണ്ട് ഒരു അപരിചിതം വന്നിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷിക്കുമോ? ഒരിക്കലും ഇല്ല. വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരനെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യൂ. ശരിയല്ലേ? രണ്ടാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ 2K കിഡ്സിന്റെ ഒരു കുടുംബ പശ്ചാത്തലം കൂടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്, പണ്ട് നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അണുകുടുംബങ്ങളിലേക്ക് മാറി. അത് മാത്രമല്ല, കുടുംബത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാം. അവിടെ ഉണ്ടാകുന്ന ഈ ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ട്രോമ, ഇതൊക്കെ അവരെ ലഹരിയിലേക്ക് നയിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാകാം. ഇപ്പൊ അടുത്തിടെ എന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വയസ്സായ ഒരു പയ്യൻ ആ കുട്ടിയുടെ സഹോദരിക്ക് MDMA കൈമാറി പറയും. അവസ്ഥയാണ്. അപ്പൊ കാണാൻ വീട്ടുകാരില്ല. മദ്യപിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു പെങ്കടിച്ചു കഴിഞ്ഞാലും ശരി, സ്മെല്ല് വരും. ബ്രീത്ത് അനലൈസറിൽ സാധനം പിടിക്കും. കഞ്ചാവാണെങ്കിലും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിന്റെ മണം അല്ലെങ്കിൽ അത് ആ വലിക്കുന്ന സമയത്ത് മാത്രമല്ല ആ സ്മെല്ലുള്ളൂ. അല്ലാണ്ട് ഇത് വലിച്ചിട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഇപ്പൊ വണ്ടിയിൽ പോവുകയാണ് മനസ്സിലാവില്ല. അതിലും സേഫ് ആണ് MDMA എന്ന് പറഞ്ഞ സാധനം. ഒരു ഇതിലും പിടിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പോ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകത്തിന്റെ പ്രതിയുടെ ബ്ലഡ് സാമ്പിള് അയച്ചിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പം അതുപോലും ചെക്ക് ചെയ്യാൻ ഉള്ള പ്രാപ്തിയില്ല. അപ്പൊ പിന്നെ പോലീസുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ലഹരി വസ്തുക്കളുടെ സുലഭമായിട്ടുള്ള ഒരു ലഭ്യത ഇന്നത്തെ സമൂഹത്തില്, അതായത് ഇത് നമ്മൾ അധികം തേടി പോകേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടത്. നമ്മളെ ആവശ്യക്കാരനാണെങ്കിൽ നമ്മളെ തേടി എത്തുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എന്നാണ് തോന്നുന്നത്. അവിടെ ഈ നിയമ സംവിധാനങ്ങളുടെയും പോലീസിന്റെ ഒക്കെ ഒരു കാര്യക്ഷമത കുറവ് ഒരു ചെറിയ രീതിയിൽ, അവർക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ അതും ഒരു പ്രശ്നമാകുന്നില്ലേ? തീർച്ചയായിട്ടും കുട്ടികളെ കാരിയർ ആയിട്ടാണ് ഇപ്പൊ കൊണ്ട് സ്കൂൾ കുട്ടികളെ കാരിയർ ആക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ബാഗ് ചെക്ക് ചെയ്യില്ല, അവരാരും സംശയിക്കില്ല. അതാ പറയാം, പോലീസിന്റെ തലയിൽ മാത്രം എല്ലാം കൂടെ ഇട്ട് വഴിയാരാനും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ തലയിൽ, അതായത് ഭരിക്കുന്ന ഗവൺമെന്റിന് തലയിലിട്ട് പഴിയാരാനും പറ്റത്തില്ല. ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. അത് പറഞ്ഞു വരുമ്പോഴാണ്, ഒരു കുട്ടി ലഹരിക്ക് അടിമയായി കഴിഞ്ഞു, ഇനി അവനെ എങ്ങനെ രക്ഷിക്കാം, സമൂഹത്തിലേക്ക് എങ്ങനെ, അതായത് അവന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ലഹരിയിൽ നിന്ന് അവനെങ്ങനെ മോചിപ്പിക്കാം, ആ കാര്യം കൂടി നമ്മൾ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനെ കുറിച്ച് എന്താണ്? ലഹരിക്കടിമയായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു വിഷയമല്ല. പക്ഷേ ഈ പറഞ്ഞ ഈ പുതുമുഖ രാസലഹരി അല്ലെങ്കിൽ പുതുമുഖ ലഹരി എന്നൊക്കെ പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, MDMA എന്നൊക്കെ പറയുന്ന ആ സാധനം, ഇതിലൊക്കെ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ വേറെ ലോകത്ത് പോയി വേറെ ക്രൈമിൽ പെട്ട് പോവുകയാണ് പിള്ളേർ. അതെ, വീണ്ടും വിചാരമില്ലാണ്ട് ഓരോ കാര്യത്തിലും ചെന്ന് ഇടപെട്ട് അവർ ക്രൈമിൽ പെട്ടതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ കുട്ടി ഇന്ന ലഹരിക്ക് അടിമയായിരുന്നു എന്ന് അറിയുന്നത്. ആ ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരാമെന്ന് പറയണത് നമ്മുടെ നിയമത്തിന്റെ ഇതിൽ വെച്ചിട്ട് ഇത്തിരി പാട് തന്നെയാണ്. അവന്റെ ലൈഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം പോക്കാണ്. ഇപ്പൊ തൃശ്ശൂര് മെഡിക്കൽ വിദ്യാർത്ഥികൾ 6 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്, MDMA കൈവശം വെച്ചതിന്. അവരുടെ ഭാവി എന്താവെന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ല. മെഡിക്കൽ രംഗം, മെഡിക്കൽ പ്രൊഫഷൻ അവർ പോയി കഷ്ടപ്പെടുത്തി ഫുൾ A+ വാങ്ങിച്ചിട്ടാണ് എൻട്രൻസ്. പ്രായവരാണ്,
ഇനി അവർക്കൊരു ഭാവിയില്ല. പെട്രോൾ പമ്പിൽ പോലെ അവർക്ക് ഇനി ജോലിയില്ല, പോലീസ് ക്ലിയറൻസ് ഇല്ല. അല്ല, ഇതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ, ഇവൻ ഒരു ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ ഇനി ഇവനെ പൊതുസമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിലൂടെ എന്തെങ്കിലും സാഹചര്യത്തിൽ അവന് തിരിച്ചു വരാൻ, ലഹരിയിൽ നിന്ന് വരാൻ അവൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. പ്രോപ്പറായ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ലഹരിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. ഗവൺമെന്റിന് മാത്രം പഴിചാരിയിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രം ഉത്തരവാദിത്വം കൊടുത്തൊരു കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ അറിയുന്ന അവരെ സ്നേഹത്തിന്റെ വഴി കൂടെ തന്നെ കൊണ്ടുവരണം. അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മലപ്പുറം വളാഞ്ചേരിയിലുള്ള നിസാം എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു MDMA ഒരു അഡിക്റ്റ് ആയിരുന്നു. അതായത് അദ്ദേഹം ഒരു വാഹന കച്ചവടക്കാരനായിരുന്നു. 22 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിറ്റ് നടന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഒരു ടീ ടോട്ടലർ ആയിരുന്നു. യാതൊരുവിധ ലഹരി ഉപയോഗിക്കാത്ത ഈ കുട്ടി പിന്നീട് സുഹൃത്തുക്കളുടെ ഒരു നിർബന്ധത്തിന് ആദ്യമായിട്ട് ഉപയോഗിച്ചത്, അതായത് മദ്യമോ പുകയോ ഇതേവരെ ഉപയോഗിക്കാത്ത കുട്ടി ആദ്യമായി ഉപയോഗിച്ചത് MDMA. ഇത് ആദ്യം ഉപയോഗിക്കുന്നു, അവൻ അത് അഡിക്റ്റ് ആവുന്നു, അഡിക്റ്റായി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. പിന്നീട് ഇത് ഉപയോഗിക്കാനുള്ള കാശ് തികയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവനൊരു വാഹന കച്ചവടക്കാരനായിരുന്നു. അവന്റെ കച്ചവട ബുദ്ധിയിൽ എന്ത് ചെയ്തു, ഇത് നമുക്ക് എന്തുകൊണ്ട് കച്ചവടം ചെയ്തുകൂടാ, ബൾക്കായി എടുത്ത് ലോക്കലിൽ വിറ്റ് അതപ്പോൾ നമുക്കത് ഉപയോഗിക്കാനുള്ള കാശും കിട്ടും, നമുക്കും ഉപയോഗിക്കാം അതിനോടൊപ്പം. അങ്ങനെ ഒരു ചിന്താഗതിയിൽ അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് MDMA കച്ചവടത്തിലേക്ക് ഇറങ്ങുകയാണ്. MDMA കച്ചവടം എന്ന് പറഞ്ഞാൽ ഗ്രാം വളരെ തുച്ഛമായ ഒരു അളവേ ഉണ്ടാവുള്ളൂ, അതിന് തന്നെ നല്ല വിലയാണെന്നാണ് പറയുന്നത്. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഈ ലഹരിയുടെ ഒരു ആഴം മനസ്സിലാവുന്നത്. പിന്നീട് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും തിരിച്ചു വരാൻ പറ്റുന്നില്ല. പിന്നീട് വീട്ടുകാരെല്ലാവരും കൂടി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുചെന്നാക്കുന്നു. അവിടുത്തെ ഡോക്ടർമാരുടെ എല്ലാം പ്രേരണയാൽ അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ഒരു അംബാസിഡറായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള പല ഡോക്ടർമാര് അങ്ങനെ പലരും ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഒരു കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ ഈ ലഹരിയുടെ റൂട്ട് ഏതാണെന്ന് അയാൾക്ക് അറിയാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യണേ. ഇത് ഇത്ര വലിയ അപകടമാണെന്ന് ഇവർക്ക് അറിഞ്ഞിട്ടും ഇവരെങ്ങനെയാണ് ഇതിലേക്ക് ചൂടെടുത്ത് വയ്ക്കുന്നത്? സൗഹൃദം അല്ലേ? സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു ഉപദേശം യുവതലമുറയ്ക്ക് കൊടുക്കും. അപ്പം ഒരു എന്താ പറയുക, കൺക്ലൂഷൻ എന്നല്ല, നമ്മൾക്കായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഒന്ന് അരിപ്പ് കൊണ്ടരിച്ച് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ റീസെന്റ് മുരളി ഗോപിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോ എമ്പുരാൻ ഇറങ്ങാൻ പോകുന്നത്, അപ്പൊ അതിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ലൂസിഫർ ഇറങ്ങുന്ന സമയത്ത് മോഹൻലാലിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഈ ഡ്രഗ് മാഫിയും രാഷ്ട്രീയക്കാരും മീഡിയയും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം എന്ന് വെച്ചിട്ട്. അന്ന് നമുക്കത് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അത് ഈ ലോകേഷ് കനകരാജിന്റെ കൈതി അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊന്നും നമ്മൾ ഇതിന്റെ ലഹരി നമുക്കൊന്നും പരിചിതമായിരുന്നില്ല. പക്ഷെ ഇന്ന് എമ്പുരാൻ ഇപ്പൊ എമ്പുരാൻ എത്തി നിൽക്കുമ്പോൾ അതിന്റെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ കനകരാജിന്റെ വിക്രം സിനിമ, ആ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് വളരെ റെയറായിട്ട് കാണുന്ന കുറച്ച് സ്ഥലങ്ങളിൽ കാണുന്ന ഒരു സംഭവമാണെന്നാണ് അന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചത്. ഇപ്പൊ നമ്മുടെ പരിസര പ്രദേശങ്ങൾ മൊത്തമായി. അപ്പൊ ഒരു വൈറസ് പോലെ തന്നെ പടർന്നു പിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എല്ലാവർക്കും സമൂഹത്തിന് മൊത്തത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ സഹായിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒരു ജാഗ്രതാ സമിതികൾ എന്തായാലും ആപ്പുണ്ട്, വിമുക്തിയുണ്ട്. 144005 എന്ന് പറയുന്ന വിമുക്തിയുടെ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 ജില്ലയിലും ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ 9447178000 എക്സൈസിന്റെ നമ്പറാണ്. എവിടെയെങ്കിലും ലഹരിയുടെ ഉപയോഗം നടക്കുന്നതായിട്ട് ആർക്കെങ്കിലും അറിവ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് എക്സൈസിനെ അറിയിക്കുന്നത്. എല്ലാ നാട്ടിലും ബ്ലാക്ക് സ്പോട്ടുകളിൽ ഒരു സമിതി രൂപീകരിച്ച് ഒരു ജാഗ്രത എല്ലാ നാട്ടുകാരും ഒത്തൊരുമിച്ച് ഇതിനോട് ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നമുക്ക് ഇവിടെ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോ പുതിയ തലമുറയോടോ നിലവിലുള്ള സമൂഹത്തിനോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നല്ലൊരു നാളേക്ക് വേണ്ടി നാം എല്ലാവരും കൈകോർക്കേണ്ടത് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു വാചകത്തോടു കൂടിയാണ്. നമുക്ക് പുതിയ വിഷയമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. ഗുഡ് ബൈ.